പാലോട് നവവധുവിന്റെ ആത്മഹത്യയിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് അന്വേഷണ സംഘം. ഇന്ദുജയുടെ ഫോൺ ഫോർമാറ്റ് ചെയ്ത നിലയിലാണ് പോലീസിന് ലഭിച്ചത്. ഫോൺ ഫോർമാറ്റ് ചെയ്തത് രണ്ടാം പ്രതി അജാസ് ആണെന്നും ഇന്ദുജയുടെ ഫോണിന്റെ പാസ്വേഡ് അജാസിന് അറിയാമായിരുന്നുവെന്നുമാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:30-ക്കായിരുന്നു ഇന്ദുജ ആത്മഹത്യ ചെയ്തത്. പിന്നെ നടന്നതെല്ലാം സിനിമയെ വെല്ലുന്ന തിരക്കഥയായിരുന്നു. കേസിലെ പ്രധാന പ്രതിയായ അഭിജിത്തിനെ പാലോട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. പിറ്റേ ദിവസം ശനിയാഴ്ച ഇന്ദുജയുടെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടുകൾ പുറത്തു വന്നു. ക്രൂരമായിട്ടുള്ള മർദ്ദനം ഇന്ദുജയ്ക്ക് ഏറ്റിട്ടുണ്ടെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. അപ്പോഴേക്കും ഇന്ദുജയെ മർദ്ദിച്ചത് സുഹൃത്ത് അജാസാണെന്ന് അഭിജിത്ത് പോലീസിന് മൊഴി നൽകി. എന്നാൽ ഇരുവരും പാലോട് പോലീസിന് മുന്നിലെത്തിയത് അവരുടെ വാട്സപ്പ് ചാറ്റുകൾ ഡിലീറ്റ് ചെയ്തുകൊണ്ടായിരുന്നു. ഇന്ദുജ മരണപ്പെടുന്നതിന് ഒരു ദിവസം മുൻപ്, അതായത് ബുധനാഴ്ച, ആ ദിവസം ഇളവട്ടത്തുള്ള വീട്ടിൽ അജാസ് വന്നിരുന്നു. രണ്ടാം മുറിയിലിരുന്ന് ഇന്ദുജ മറ്റൊരാളോട് ഫോൺ വിളിക്കുന്നത് അജാസ് കേട്ടു. ഇത് അജാസിനെ തീർത്തും ചൊടിപ്പിച്ചിരുന്നു. മുറിയിലെത്തിയ അജാസ് ഇന്ദുജയുടെ കയ്യിൽ നിന്നും ആ മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങി. പിന്നാലെ അതേ ദിവസം തന്നെ ഇന്ദുജയെ കാറിൽ കയറ്റി ശംഖുമുഖത്തേക്ക് കൊണ്ടുപോയി. അവിടെ വച്ചായിരുന്നു ഇന്ദുജയെ അജാസ് മർദ്ദിച്ചത്. എന്നാൽ ഇന്ദുജയ്ക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അതേസമയം തന്നെ ഭർത്താവ് അഭിജിത്തിനെ അജാസ് അറിയിക്കുകയും ചെയ്തിരുന്നു. ശംഖുമുഖത്തു നിന്നും ഇന്ദുജയെ ബുധനാഴ്ച രാത്രിയാണ് അജാസ് വീട്ടിലെത്തിച്ചത്. ഇന്ദുജ ആത്മഹത്യ ചെയ്യുന്ന വെള്ളിയാഴ്ച കൃത്യം 11 മണിക്ക് അജാസിനെ ഇന്ദുജ വിളിച്ചിരുന്നു. താൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നുവെന്നുള്ള വിവരമാണ് അജാസിനോട് പങ്കുവച്ചത്. ഈ വിവരവും കൃത്യസമയം തന്നെ അഭിജിത്തിനോട് അജാസ് ഈ വിവരം അറിയിച്ചിരുന്നു. ഈ കേസിൽ പ്രധാനപ്പെട്ട ഏറെ നിർണായകമായിട്ടുള്ള തെളിവുകൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. അതിലേറെ ദുരൂഹതകളുമുണ്ട്. പ്രണയവും സൗഹൃദവും പകയും ഗൂഢാലോചനയും എല്ലാം മറന്നീക്കി പുറത്തു വരണമെങ്കിൽ 3 പേരുടെയും ഫോണുകളിലെ വാട്സപ്പ് ചാറ്റുകളും ശബ്ദ സന്ദേശങ്ങളും പാലോട് പോലീസ് പുറത്തു കൊണ്ടുവന്നാൽ മാത്രമേ ഇതിന് പിന്നിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ കഴിയൂ. വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.